നമസ്കാരം. നമസ്കാരം. ഇപ്പം ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കാം. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ അമ്മയുടെ ഇപ്പോഴത്തെ ഒരു സർക്കാരിനോടുള്ള അഭിപ്രായം എന്താണ്? എന്താണ് അമ്മയുടെ ഒരു നിലപാട്? ഇപ്പോഴത്തെ അയ്യപ്പ സംഗമത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നിലയ്ക്കും പിണറായി സർക്കാരിന് ഈ അയ്യപ്പ സംഗമത്തെ പറ്റി ഒരു ചർച്ചയും ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗമം വെക്കാനോ അർഹതയില്ല. കാരണം അത് വിശ്വാസികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. വിശ്വാസികളുടെ കാര്യമാണ് അയ്യപ്പ സംഗമം. ഇത് വിശ്വാസികളല്ലാത്ത കുറച്ച് പേര് വന്നിട്ട് കഴിഞ്ഞ തവണ അവിടെ കുറച്ച് പെണ്ണുങ്ങളെ കയറ്റാൻ അമ്പലത്തിൽ ശബരിമല കയറ്റാനായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നാമജപ യാത്രയെ പ്രതിഷേധിച്ച് അവരെ ജയിലിലടയ്ക്കുകയും കേസെടുക്കുകയും ഒത്തിരി 14,000-ലും കൂടുതൽ വ്യക്തികളെ കേസെടുത്ത് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആ നില അനുസരിച്ച് ഒരു വിശ്വാസികൾക്ക് നാമം ചെല്ലണ്ടേ? നാമം ചെല്ലാതിരിക്കാൻ പറ്റുമോ? നമ്മൾ വിശ്വാസികളല്ലേ, ഞങ്ങൾ നാമം ചെല്ലും, അയ്യപ്പനെ വിളിക്കും. ഇതൊക്കെ അവർക്ക് വിരോധമാണ്. ആ വിരോധികളാണ് ഇന്ന് ഈ അയ്യപ്പ ആഗോള സംഗമം വെക്കുന്നത്. ആ ആഗോള സംഗമം വയ്ക്കാനായിട്ട് അവർക്ക് എന്തെങ്കിലും അർഹത ഉണ്ടാവണം. അവർ ദൈവഭക്തി ഉള്ളവരായിരിക്കണം. ഇതൊന്നും ഇല്ലാത്ത ഒരു വ്യക്തികൾക്ക് പറ്റിയതല്ല ഈ സംഗമം. അത് വിശ്വാസികൾക്ക് പറ്റിയതാണ് ഈ സംഗമം. പിന്നെ നമ്മൾ ജാതി പറയല്ല, നാനാജാതിക്കും ഓരോ ക്രിസ്ത്യൻ ആയാലും വേണ്ടില്ല, മുസ്ലിം ആയാലും വേണ്ടില്ല, ഹിന്ദു ആയാലും വേണ്ടില്ല. ഇങ്ങനെ ഒരു സംഗമം മറ്റുള്ള ലെവൽക്ക് ഇവരാരും വെക്കുന്നില്ലല്ലോ. ഈ അയ്യപ്പനെ മാത്രം പിടിച്ചുകൊണ്ട് എന്തിനാ ഇവരിതിങ്ങനെ വെക്കുന്നു? അവർക്ക് ഇപ്പം എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടാവും. അടുത്ത ഇലക്ഷൻ വരേണ്ട അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാവാം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഒന്നില്ലെങ്കിൽ സാമ്പത്തികം, അവര് വളരെയധികം താണു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക ലെവൽക്ക്. അപ്പൊ എന്തിനും ഏതിനും കടം മേടിക്കണം. ഇപ്പൊ ഈ ഒരു പരിപാടി നടത്തുന്നതിന് 4 കോടി ചെലവുണ്ടെന്ന് പറയുന്നു. ആ ചെലവിന് എവിടെ നിന്ന് ഈ പണം കണ്ടെത്തും? നമ്മുടെ അതായ അമ്പലങ്ങളിലെ എല്ലാ പൈസകളും ഇവര് കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളിലേക്ക് വേണ്ടിയിട്ട് അവർ ഇറക്കുന്നില്ല. അവിടെ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. ഞാനൊക്കെ കഴിഞ്ഞ വർഷം ശബരിമല കയറുമ്പോൾ നമ്മൾക്കൊരു തുള്ളി വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. നമുക്ക് ബാത്റൂം സൗകര്യങ്ങൾ വളരെ ക്ലിയർ അല്ലാണ്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ലെവലിക്ക് നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ വളരെ വളരെ കുറവാണ്. അതെല്ലാം അവിടെ കിട്ടുന്ന സംഖ്യ ഈ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി കുറച്ച് തന്നെങ്കിലും ചെലവാക്കാനോ അതൊന്നും അവർ തയ്യാറാവുന്നില്ല. ഒരു നിലയ്ക്കും ഈ അയ്യപ്പ സംഗമം വേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള ഒരു കാര്യമല്ല. ഈ ചെലവ് പാഴ്ചെലവാണ്. അത് അമ്മ അടക്കമുള്ള ആളുകൾ ഈ ഒരു അമ്മമാർ നടത്തിയിരുന്ന ആ സമയത്ത് 2010-2019 കാലയളവിൽ നടത്തിയിരുന്ന ഈ അയ്യപ്പ ഭക്ത ഒരു സംരക്ഷണ യാത്ര, അല്ലെങ്കിൽ ഒരുപാട് ഭക്തജനങ്ങളെ കൂട്ടായ്മകൾ, ഒരുപാട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. അതിലൊക്കെ പങ്കെടുത്തിരുന്ന ആളുകളാണ് ഞാൻ. അതിനുവേണ്ടി റോഡ് ഉപരോധിക്കലും ഉണ്ടായിരുന്നു. ആ റോഡ് ഉപരോധനത്തിൽ ഏറ്റവും ഫസ്റ്റ് കയറി നിന്ന് റോഡ് ഉപരോധിച്ചത് ഞാനാണ്. ചാലക്കുടിയിലായിരുന്നു എൻ്റെ ഉപരോധനം. അതിനെ പോകാനേ പറ്റുള്ളൂ. അങ്ങോട്ട് പമ്പയിലേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ ഞാൻ പോയിരുന്നില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ മുൻനിരയിലുണ്ടായിരുന്നു. അതായത് നമ്മൾ വിശ്വാസികൾക്ക് എന്താ പറയുക, വീറും വാശിയും വരുന്ന ഒരു സംഭവമാണ് ഈ സംഭവം. ഒരിക്കലും വിശ്വാസമില്ലാത്ത ആൾക്കാർ ഇതിനകത്ത് കിടന്ന് ഇടപെടുമ്പോൾ ഞങ്ങളെപ്പോലുള്ളൊരു വളരെയധികം വിഷമിക്കുകയാണ്. അതായത് ഞങ്ങളുടെ ഉള്ളു പെടയണു. അതായത് ദൈവികമായിട്ട് ഞങ്ങൾ എന്താ ഭഗവാനോട് അടുത്ത് ചേരുന്ന വ്യക്തികളാണ് ഞങ്ങളൊക്കെ. ഒരിക്കലും ഇവരിതിങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ CPM വിശ്വാസികൾക്കൊപ്പമാണെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ ഒരു അഭിപ്രായത്തോടുള്ളൊരു പ്രതികരണം എന്താണ്? അവരെ വാക്കുകൾ മാത്രമേ ഉള്ളൂ അവര് ഇതിനകത്തുണ്ടെന്ന്. അല്ലാണ്ട് അവര് വിശ്വാസികളാന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഇന്ന് അവർക്കൊരു തൊഴാനറിയില്ല. എവിടെ വിളക്ക് വെച്ചാൽ എവിടേക്ക് തിരിയേണ്ടതെന്ന് അറിയില്ല. വിളക്ക് തന്നെ ചോദിക്കും, ഇതാണോ നിങ്ങളുടെ ഭഗവാൻ എന്ന് ചോദിക്കുന്ന വ്യക്തികളാണ് ഇന്ന് ഈ CPMന്റെ ആൾക്കാരും CPIയുടെ ആൾക്കാരായാലും ഇവരൊക്കെ അതിൽപ്പെട്ടതാ. പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളിയും ഇപ്പോൾ വളരെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. പറയാൻ പാടില്ല, NSSനും പറയാൻ പാടില്ല. ഒരിക്കലും അവരൊന്നും ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പാടില്ലാത്ത വ്യക്തികളാണ് ഇപ്പോൾ ഇവരോട് കൂടി നിന്ന് ഇത് ചെയ്യാൻ പോകുന്നത്. അയ്യപ്പ സംഗമത്തിൽ ഒരു പങ്കാളികളാവാൻ പോകുന്നത്. നമ്മളിലെ ദൈവവിശ്വാസമുള്ള ഒരാൾക്കും പറ്റിയതല്ല ഇവരുടെ പ്രവൃത്തികളും കാര്യങ്ങളും ഒന്നും. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നിലവിലെ സംസ്ഥാന സർക്കാർ ഹിന്ദു സമൂഹത്തെ ഭയക്കുന്നുണ്ടോ കൃത്യമായിട്ട്? ഉറപ്പായിട്ട് ഹിന്ദു സമൂഹത്തെ അതായത് അവർ ഭയക്കാണ്ടിരിക്കുമോ? ഇപ്പോൾ അവരിലുള്ള ഒരു ഹിന്ദുക്കൾ തന്നെ, നമ്മളിലുള്ള ഒരു ഹിന്ദുക്കൾ തന്നെ, നമ്മൾ ഹിന്ദുക്കൾ ഒന്നിച്ചു കൂടിയാൽ ഇന്നത്തെ അധംപതനം അത് വളരെയധികം പേടി. അത് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ എന്തായാലും തറ പറ്റി എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇനി തറ പറ്റി, ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഉയർച്ചില്ല. നമ്മൾ പറയാൻ പാടില്ല എന്ന് പാടുണ്ടോ എന്ന് എനിക്കറിയില്ല.
ഒരു ക്ഷേമനിധി പെൻഷൻ കൊടുക്കണമെങ്കിലും മറ്റുള്ള അഗതി പെൻഷൻ കൊടുക്കണമെങ്കിലും എല്ലാ പെൻഷനുകൾക്കും ഇവർ കടങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. കടം മേടിച്ച് നമ്മളുടെ ഓരോ വ്യക്തിക്കും ഇന്ന് 2 ലക്ഷത്തി ചില്ലാൻ രൂപ വെച്ച് കടങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇനിയും ഇവർ കടം മേടിക്കുക. ഇപ്പൊ ഭക്തജന സംഗമം നടത്തണമെങ്കിൽ 4 കോടി ചെലവുണ്ടെന്ന് പറയുന്നു. ഈ 4 കോടി ചെലവ് ഇതെവിടെ നിന്ന് കണ്ടെത്തും ഇവർ ഈ പൈസ? അത് ശബരിമലയിലെ പൈസയാണോ അവർ കണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്? അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളെ ഇപ്പം ഭക്തന്മാർ കൊണ്ടു ചെന്ന് അവിടെ നിക്ഷേപിക്കുന്ന പണം കൊണ്ടാണോ ഇവരിത് ഉപയോഗിക്കാൻ തീരുമാനിച്ചേക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. അതൊക്കെ വളരെയധികം ആലോചിച്ച് ഗവൺമെന്റ് തീരുമാനം, അതായത് കോടതി ഒരു തീരുമാനം ഇതിനകത്ത് എടുക്കണം എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. കാരണം കോടതി തീരുമാനം വരണം. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യങ്ങളിൽ അവർ ഇത് ഇടപെടേണ്ട ആവശ്യമില്ല. ഈ ശബരിമല കാര്യങ്ങളിലൊന്നും ഈ കാര്യങ്ങൾ അവർ ഇടപെടണ്ട. അതൊക്കെ ഹിന്ദുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതാ, വിശ്വാസികൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ഇപ്പോൾ ഈ നിങ്ങളുടെ നാട്ടിലേക്കുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തിൽ? അയ്യപ്പ ഭക്ത സംഗമത്തിൽ അവരുടെ എന്തെങ്കിലും ചോദ്യങ്ങളോ പറച്ചിലുകളോ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ഭാഗത്ത്? അവര് വശത്തുനിന്ന് അവർ ഉറച്ചു പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ഒഴിഞ്ഞു മാറാനല്ലേ പറ്റുള്ളൂ. വിശ്വാസം ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു കുടുംബത്ത് ആരെങ്കിലും ഒന്ന് വയ്യാണ്ടായി, അപ്പോൾ ദൈവത്തിനെ വിളിക്കാൻ പോകുന്ന വ്യക്തികളാണ് ഇന്നത്തെ കാലത്ത്. ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അതേ ചാവാൻ പോണേ, ഇനി ഡോക്ടർ പറയും നിങ്ങൾക്ക് ഇനി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി നിങ്ങൾ ദൈവത്തിനെ വിളിക്കുമെന്ന് പറയും. ആ നേരത്തെ അവർ ദൈവത്തിനെ വിളിച്ചാൽ ദൈവത്തിനെ ചിലപ്പോൾ കെട്ടിന്നും വരില്ല, എന്നാൽ കിട്ടാണ്ടും വരില്ല. കാരണം ദൈവം എല്ലാവരും ഓരോമാതിരി സങ്കല്പിച്ച് കൊണ്ടു നടക്കുന്ന ആളാണല്ലോ ദൈവം. ആ വിളിക്കുന്നിടത്ത് കേൾക്കണമല്ലോ, വിളി കേൾക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികളായതുകൊണ്ട് അവരുടെ അടുത്ത് ഞങ്ങൾ തർക്കിക്കാനും പോലും അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? നമ്മുടെ അല്ലേ അയ്യപ്പൻ, നിങ്ങൾക്കൊക്കെ നമ്മളും ഹിന്ദുക്കളല്ലേ എന്ന് ചോദിച്ചാലും അവർക്കതിന് മറുപടി പറയാൻ ഒരു പേടിയാണ്. അത് പറഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കാവോ, ഞങ്ങളുടെ കൂടെ കൂടിയാവോ, എന്താ പറയാ, പറയാൻ പാടുണ്ടോ പാടില്ല എന്നറിയില്ല. ശ്രീ രവിശങ്കറിന്റെ യോഗ ഞങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളിൽ വന്ന് യോഗ ചെയ്താൽ ഞങ്ങളിലേക്ക് പാർട്ടി മാറി വരുന്നുള്ള ധാരണയിൽ യോഗയ്ക്ക് വരെ വരാനായിട്ട് പേടിപ്പിക്കുന്ന വ്യക്തികളാണ് ഇവരെല്ലാവരും. അങ്ങനെയാണ് ഇന്നത്തെ കാലം പോകുന്നത്. അമ്മ നമസ്കാരം, പേരെന്തായിരുന്നു? ഇന്ദിര. ഇപ്പൊ അയ്യപ്പ ഭക്ത സംഗമം നടക്കാൻ പോവുകയാണല്ലോ, എന്താണ് അഭിപ്രായം? അമ്മ ഒരു അയ്യപ്പ വിശ്വാസി ആണെങ്കിൽ അമ്മയുടെ ഒരു നിലപാടെന്താണ്? എനിക്ക് ഇതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളൊക്കെ വിശ്വസിച്ചത് എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്ന ആളാ. അയ്യപ്പന്മാർ അത് ആദ്യമായിട്ട് ഇതിങ്ങനെ കയറി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞെന്താന്ന് വെച്ചാല് ഇവര് ഇങ്ങനെയാണെങ്കിൽ ശബരിമലയ്ക്ക് ഇനി പോകണ്ട, അങ്ങനെ വരെ തീരുമാനം എടുത്തവരാ ഞങ്ങളെല്ലാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കേസും കൂട്ടവും എല്ലാം വന്നപ്പോൾ ഇതിന്നൊക്കെ ഒഴിവായി ഇപ്പോൾ ഓരോരുത്തർ പോകാൻ തുടങ്ങിയുള്ളൂ. കഴിഞ്ഞെല്ലാം തുടങ്ങി. ഞാൻ പോയിട്ടില്ല. കഴിഞ്ഞെല്ലാം പോകാനിരുന്നിട്ട് പോകാൻ പറ്റിയില്ല. അതിന് മുന്നേ പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരുങ്ങിയ കൊല്ലമാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ പിന്നെ ഇനി പോകില്ല, അങ്ങനെ വൃത്തികേടാക്കി കൊടുത്ത് പോകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ച് നിന്നിട്ടാണ് കഴിഞ്ഞ ആദ്യം പോയി തുടങ്ങിയത് എല്ലാവരും. അപ്പൊ എനിക്ക് പോകാൻ പറ്റൂല. നിലവിൽ ഈ പരിപാടിയിൽ, സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ ആരും പങ്കെടുക്കുന്നതാണ് അമ്മയുടെ ഒരു അഭിപ്രായം? അതെ, വിശ്വാസികൾ ആരും പോകാൻ പാടില്ല, പങ്കെടുക്കാനും പാടില്ല. അതും തന്നെയല്ല 50 വയസ്സാണ് ഇതിന്റെ കാലാവധി. അതിപ്പോ ആധാർ കാർഡ് വെച്ചാണ് കയറ്റിയിരുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാ. അതിൻ്റെ ഇടയ്ക്ക് ഇവരിങ്ങനെ ചെയ്ത ഏറ്റവും വൃത്തിയായിട്ടൊരു സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഭയങ്കര വിഷമമാണ്. ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്ന പിണറായി സർക്കാരിന്റെ ഈ നിലപാടിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവരോട് യോജിക്കാൻ ഒരിക്കലും കഴിയില്ല. അവരെ പറ്റിക്കുന്നതാണോ? ഭക്തന്മാരെ പറ്റി, ഹിന്ദുക്കളെ പറ്റിക്കാനുള്ള പരിപാടിയാണോ? അതെ, ഹിന്ദുക്കളെ പറ്റിക്കൽ തന്നെയാണ് ഇത്. ഒരു സംശയമില്ല. അവര് നമ്മളെ ചോർത്തിയെടുത്ത് അവരെ കൂടെ ചേർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല.